ഇവിടെ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് അവരവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി അത് ഇവിടെ തന്നെ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നമുക്കിവിടെ ശക്തിപ്പെടുത്തേണ്ടത്. അതിന് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട്. അതിന് നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് സിൽവർ ലൈനും, അതിനുവേണ്ടിയിട്ടാണ് കെയർഫോണും, അതിനുവേണ്ടിയിട്ടാണ് സർവകലാശാല വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികളും എല്ലാം ഇവിടെ കൊണ്ടുവരുന്നത്. അതിന് ഇവിടെ വിവിധങ്ങളായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. ഇപ്പം അങ്ങയുടെ പറച്ചിലിടത്തൊന്നും പ്രതിപക്ഷം എന്തോ സമരം ചെയ്തതുകൊണ്ട് മാത്രമാണ് കേരളയിൽ വരാത്തത്. ബാക്കി ആ കേരളയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള 1,55,000 കോടി രൂപ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ ഇങ്ങനെ പെട്ടിക്കകത്ത് ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആ സമരം കൊണ്ട് നിർത്തി ആ പൈസ വെച്ചിട്ട് പണി തുടങ്ങുന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരിക്കുന്ന വാർത്ത 50 കോടിക്ക് മുകളിൽ വെക്കുന്ന ഓരോ കിഫ്ബി റോഡിനും പ്രത്യേകമായി ടോൾ കൊടുക്കണം. അപ്പൊ ടോള് എന്ന് വരുമ്പോൾ ടോളിനെ എതിർക്കും എന്നുള്ളത് കൊണ്ട് യൂസർ ഫീ എന്ന് പറഞ്ഞു. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെ. മറ്റേ ഈ കാലിന്റെ ഉപ്പൂറ്റിയുടെ അത്രയുള്ള ബർമൂഡ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ നിയമസഭാ സെഷനിടയിൽ ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ് ഇത് ഞങ്ങളുടെ വിജയമാണ്. എന്ത് 12-ാം തീയതി കൃത്യമായി ശമ്പളം കൊടുക്കുവാൻ കഴിഞ്ഞു. ഇപ്പം നമ്മൾ വിചാരിക്കും ഈ മാർച്ചിലെ ശമ്പളം മാർച്ച് 12-ന് കൊടുത്തു എന്നല്ല, ഫെബ്രുവരിയിലെ ശമ്പളം മാർച്ച് 12-ന് കൊടുത്തു. 1-ാം തീയതി കിട്ടേണ്ട ശമ്പളം 12-ാം തീയതി കൊടുത്തത് അയ്യോ ഇത് ഞങ്ങളുടെ ഒരു നേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടല്ല കേരളയിൽ വരാത്തത്.